അങ്ങനെ ഇന്ന് നമ്മൾ നാടുവിടാൻ പോവുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഗൾഫൊക്കെ നിൽക്കുകയാണ്. എന്തായാലും രാവിലെ വെച്ചിട്ട് കുറെ പരിപാടികളുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പത്തേക്ക് പോള വണ്ടി എത്തിന്ന് പിന്നെ വേഗം ചാടി കയറി. അപ്പൊ ശരി, പെട്ടിക്ക് റെഡി ആയിക്കണേ, നമുക്ക് നേരെ എയർപോർട്ടിൽ നിന്ന് കാണാം. അങ്ങനെ നമ്മളെ ചെക്കിംഗ് പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലൈറ്റ് വന്നാൽ മാത്രം മതി. പിന്നെ ഈ കാണുന്നത് വീട്ടിലെ ലിമിറ്റഡ് എഡിഷൻ സാധനത്തിന്റെ അറ്റാക്കിംഗ് ആണ്. ആൾക്ക് എഴുതുന്ന പോലെ അണ്ടിപ്പരിപ്പ് മിസ്റ്റേക്ക് പോകുള്ളൂ, കടലൊന്നും പറ്റൂലല്ലോ. എന്തായാലും ഇനി കുറ്റം പറഞ്ഞ പെരുന്നെടുത്ത് പുറത്താക്കും. അങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് കയറാൻ സമയക്കണേ. ഇത്തവണ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കയറാൻ സംഭവമാണ് കിട്ടിക്കണേ, അല്ലാതെ ബസ് ഒന്നും പിടിച്ചുകൊണ്ടാ. പിന്നെ ഞാൻ നടക്കുന്ന വീഡിയോസിലൊക്കെ എന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാവും, കാരണം എമ്മാക്കാരന് കൊണ്ടുവരുന്ന ബാഗൊക്കെ പൊന്തിക്കണ ഞാനാണ്. ഇതൊക്കെ സഹിക്കാം, പക്ഷെ നമുക്ക് വീണ്ടും ഫ്ലൈറ്റിൽ നടു സീറ്റ് കിട്ടിക്കണേ. ഇത്തവണയെങ്കിലും വീണ്ടും ഫോൺ വെച്ച് കണ്ട ആ ഒരു ഫ്ലൈറ്റ് വന്ന സീറ്റ് കയറിയപ്പോ അത് നടക്കൂല. അപ്പൊ ശരി, നമുക്ക് എന്തായാലും ഫ്ലൈറ്റ് പൊന്തിട്ട് കാണാം. ആ കാണലിന് വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യണേ, പക്ഷെ എത്ര നേരമായിട്ട് പൊന്തൽ തുടങ്ങിയിട്ടില്ല. പിന്നെ കുറച്ചു നേരം കൊണ്ട് തന്നെ നമ്മൾ നാടോട് ടാറ്റ് പറഞ്ഞു. പിന്നെ ഞാനൊന്ന് സൈഡേക്ക് കണ്ണുറന്നപ്പോഴത്തേക്കും നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്കണ്. ഗൾഫല്ല, മുംബൈ ആണ്. എന്തായാലും ഇറങ്ങിയപ്പോടെ വല്ല GT5 എയർപോർട്ടിലേക്ക് ഇടിച്ചു കയറിയ പോലെ ഉണ്ട്. ഒരു സൈഡിൽ ഹെലികോപ്റ്റർ, ഒരു സൈഡിൽ പ്രൈവറ്റ് ജെറ്റ്. ഒന്നെടുത്താണ് പോയാലോ. എന്തായാലും നമുക്ക് അങ്ങനെ ബസ് കിട്ടിക്കണം. ഇനി നമ്മളെ ഈ ബസ് എയർപോർട്ടിൽ എത്തിച്ചു. അപ്പൊ എന്തായാലും ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും നമ്മളെ ലിമിറ്റഡ് എഡിഷൻ സാധനം ഉറങ്ങിച്ചിരിക്കണം. ആള് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഉറങ്ങിയതാണ്. അങ്ങനെ പിന്നെ നമ്മളെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കണം. നോമ്പ് തുറക്കാനുള്ള സമയം എപ്പോഴോ കഴിഞ്ഞു. ഇവിടുന്ന് കഴിഞ്ഞിട്ടാണ് എവിടെയെങ്കിലും ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്നത്. ഇതിന്റെ അടിയിൽ അത് പറയാൻ മറന്നുപോയി, നമുക്ക് നോമ്പുണ്ടേനും. അങ്ങനെ മൈരിവേ കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം കുടിച്ചാണ് നോമ്പ്. പക്ഷെ കണ്ടനൊന്നും കഴിക്കാൻ കിട്ടിയില്ല. എന്തായാലും നമുക്ക് അടുത്ത വ്ലോഗിൽ നോക്കാം. അപ്പൊ ശരി, സബ്സ്ക്രൈബ് ഫോളോ വെച്ചാൽ നമുക്ക് പിന്നെ കാണാം.